ടെന്നില്ല. 10, 11, 12. 11ഉം 10ഉം ഇപ്പൊ ഇല്ല അല്ലെ, പ്രസന്റ് അല്ല അല്ലെ. ഓക്കെ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞിട്ടുണ്ടായത്? ആരോ ഒരാൾ പറഞ്ഞു തന്നാട്ടെ. അനുശ്രീ പറഞ്ഞാ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞിട്ടുണ്ടായെന്ന്? കൺഫോമൽ മാപ്പിംഗ്. കൺഫോമൽ മാപ്പിംഗ്. എങ്ങനെയായിരുന്നു കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയാ? ഒരു മാപ്പ് തന്നു കഴിഞ്ഞാൽ കൺഫോമൽ ആണോന്ന് എങ്ങനെയാ പറയാ? അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്തൊക്കെയാ അത് കണ്ടുപിടിച്ചിട്ട്. പ്രിസർവ് ചെയ്യുന്നത്? അത് ഏതൊക്കെ പോയിന്റിലാണ് ആ ഒരു മാപ്പ് കൺഫോമൽ ആവുന്ന അല്ലാത്തതെന്ന് ചെക്ക് ചെയ്യുന്നല്ലേ? ഉം. ഞാൻ ചോദിച്ചത് എപ്പോഴാണ് ഒരു മാപ്പിനെ കൺഫോമൽന്ന് പറയുന്നത്? ആ കൺഫോമൽ മാപ്പിന്റെ ഡെഫിനേഷൻ എന്താ? അതെന്തൊക്കെയാ പ്രിസർവ് ചെയ്യുന്നത്? ആംഗിൾസ് ബിറ്റ്വീൻ ഓറിയന്റഡ് കർവ്സ്. ആംഗിൾസ് ബിറ്റ്വീൻ ഓറിയന്റഡ് കർവ്സ്. പിന്നെയോ എന്തൊക്കെ തരത്തിലാ അത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലേ? മാഗ്നിറ്റ്യൂഡിന്റെ കേസിലായാലും ഡയറക്ഷന്റെ കേസിലായാലും പ്രിസർവ് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലേടോ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺഫോമൽ മാപ്പിങ്ങിന്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് ഒരു 2-3 മാപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതിന്റെ ആദ്യത്തെ മാപ്പാണ് എന്താ നോക്കിയാട്ടെ. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഏതൊക്കെ പോയിന്റിലാണ് കൺഫോമൽ ആവുന്ന അല്ലാത്തതെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പ് ഏതൊക്കെ പോയിന്റിലാണ് കൺഫോമൽ ആവുന്നത്, ഏതൊക്കെ പോയിന്റിലാണ് കൺഫോമൽ അല്ലാത്തത് എന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞ. എന്നിട്ടൊന്ന് കമന്റ് ചെയ്യ് നിങ്ങൾ, ഏത് പോയിന്റിലാണ് ആവുന്നത്, ഏത് പോയിന്റിലാണ് അല്ലാത്തത്. അല്ലാത്ത പോയിന്റ് പറഞ്ഞാൽ മതി, ബാക്കി എല്ലാ പോയിന്റിലും ആവുന്നതായിരിക്കുമല്ലോ. എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മളെ തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ സെഡ് സ്ക്വയർ ആണ്. പിന്നെയോ എഫ് ഡാഷ് കാണുക, അതിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം ഏത് പോയിന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു ഡെറിവേറ്റീവ് സീറോ ആയി പോകുന്നത്? ഏത് പോയിന്റ് കൊടുത്താലാ? സീറോ എന്ന് പറയുന്ന പോയിന്റ് കൊടുത്താലാണ് നമ്മളെ ആ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീറോ ആയി പോകുന്നത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഈ ഒരു മാപ്പ് എവിടാ? സീറോ എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് ആവില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു മാപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെഡ് പ്ലെയിനിൽ നമുക്ക് ഏതൊരു ഫിഗർ തന്നു കഴിഞ്ഞാലും നമ്മളെ ഈ ഒരു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പ് ഡബ്ല്യു പ്ലെയിനിൽ എന്താ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് തരുന്നത് ചെക്ക് ചെയ്യണം. പിന്നെ അതെങ്ങനെയാ നമ്മൾ ആ ഒരു ഇമേജിലേക്ക് എത്തുന്നതിലെ കാര്യം ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ, ഒരു കോംപ്ലക്സ് നമ്പറിനെ സംബന്ധിച്ച് എന്തെല്ലാം ഉണ്ട്? അതിനൊരു പോളാർ ഫോമും ഉണ്ട്, കാർട്ടീഷ്യൻ ഫോമും ഉണ്ട്. പോളാർ ഫോം എന്തായിരുന്നു? ഞാൻ ആ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളാർ ഫോം എന്ന് പറയുന്നത് സെഡിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത് ആർ ഇ റേസ് ടു ഐ തീറ്റ ആണ്. ആർ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ആണ്. അതായത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ആ ഒരു പോളാർ ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു മാപ്പിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നോക്കാം. നോക്കിയാട്ടെ, ഇവിടെ ഞാനൊരു സെഡ് പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സെഡ് പ്ലെയിനുകളിൽ എന്താ ഉണ്ടാവുക? നമ്മളെ കോംപ്ലക്സ് നമ്പറായ സെഡുകളാണ് ഉണ്ടാവുക. പിന്നെയോ ഒരു ഡബ്ല്യു പ്ലെയിൻ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഡ് പ്ലെയിനും ഡബ്ല്യു പ്ലെയിനിലും നടുക്ക് ഒരു മാപ്പാണ് നമ്മൾ ഈ പറഞ്ഞ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് ഏതൊരു സെഡ് പ്ലെയിനിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനാ നമ്മളെ സെഡ് സ്ക്വയർ ഡബ്ല്യു പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡബ്ല്യു പ്ലെയിനിലും ശരിക്കും എന്ത് തന്നെയാ ഉണ്ടാവുക? കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ ഉണ്ടാവുക. പക്ഷേങ്കിൽ ജസ്റ്റ് ഏതാണോ ഫിഗേഴ്സ് മാറ്റം. അപ്പം ഇവിടെയുള്ള ഓരോരോ കോംപ്ലക്സ് നമ്പറിനെയും നമ്മൾ ഈ പോളാർ റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതിയിട്ടുണ്ടായത്? ആർ ഇ റേസ് ടു ഐ തീറ്റ. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഈ ഓരോ സെഡിന്റെയും ഇമേജും എന്ത് തന്നെയാന്ന് പറഞ്ഞു? കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനും എന്തുണ്ടാവും? ഒരു പോളാർ ഫോം റെപ്രസെന്റേഷൻ ഉണ്ടാവും. അതിന് ഞാൻ എന്ത് കൊടുത്തു? ആർ ഇ റേസ് ടു ഐ ഫൈ. ക്യാപിറ്റൽ ആർ ഇ റേസ് ടു ഐ ഫൈ. ഇവിടുത്തെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡബ്ല്യു പ്ലെയിനിലെ ആ ഒരു ഡബ്ല്യുകൾ, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഫൈ എന്ന് പറയുന്നത് അവിടെയുള്ള ആ ഒരു ആംഗിളും. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞോട്ടെ. ജസ്റ്റ് ആ സെഡ് പ്ലെയിനും ഡബ്ല്യു പ്ലെയിനും പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ, കമന്റ് ചെയ്താ നിങ്ങൾ. ഓക്കെ.
അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് നോക്കിയാട്ടെ. നിങ്ങൾക്കറിയാം Z എന്ന് പറയുന്നത് r e⁻I θ എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത്. അതിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത് r e⁻I θ ആണ്. അപ്പൊ നമുക്കിവിടെ തന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, Z² ആണ്. അങ്ങനെയാണെങ്കിൽ Z² നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? r e⁻I⁻² ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം എന്താ, നമ്മളെ Z എന്ന് പറയുന്നത് r e⁻I⁻ ആണ്. അപ്പൊ എനിക്ക് Z² ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അതിനെ ജസ്റ്റ് ഒന്ന് ആ ഒരു പോളാർ ഫോമിന് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്തു. അപ്പം r e⁻I⁻² എനിക്ക് കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു r²e⁻I2θ. അത് ഒരു ഡി മോവറീസ് ഫോർമുല എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഏതൊരു കോംപ്ലക്സ് നമ്പറിന് ഇങ്ങനെ സ്ക്വയർ ചെയ്യാൻ തന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് r²e⁻I2θ എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇത് എന്ന് പറഞ്ഞ എന്താ, നമുക്ക് ഒമേഗ അതായത് W പ്ലെയിനിൽ കിട്ടുന്ന ഇമേജിന്റെ എന്താണ്, പോളാർ ഫോം ആണ്. അതിന് ഞാൻ വേറൊരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റൽ r e⁻I⁵. അപ്പം ഇനി ഇത് രണ്ടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാട്ടെ. ഈ r e⁻I⁵യും r²e⁻I2θ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇവിടെ നമ്മളെ ആ ഒരു W പ്ലെയിനിൻ്റെ അകത്ത് ക്യാപിറ്റൽ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് r² കിട്ടും, ഫൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2θ കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഏതൊരു z is equal to r e⁻I⁵ എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനാ നമ്മൾ Z² എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ആക്കുകയും ചെയ്യും, തീറ്റ ഡബിൾ ആക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ മീനിങ്. അതായത് r എന്ന് പറയുന്ന ആ ഒരു മാഗ്നിറ്റ്യൂഡിനെ Z² കൂടി കടന്നു വരുമ്പം ആ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് r² ആയി മാറി. പിന്നെയോ തീറ്റ എന്ന് പറയുന്നത് എന്താ, φ is equal to 2θ ആയി മാറി. അതായത് ഇതാ നോക്കിയാട്ടെ, ഇൻ Z പ്ലെയിൻ മോഡുലസ് ആറും ആംഗിൾ തീറ്റയും ആയിരുന്നു. പിന്നെയോ അതിനെ Z² യൂസ് ചെയ്തിട്ട് മാപ്പ് ചെയ്തപ്പം W പ്ലെയിനിൽ നമുക്ക് കിട്ടിയ ആ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്താണ്, മോഡുലസ് എന്ന് പറയുന്നത് r² ആയി മാറി. പിന്നെയോ ആംഗിൾ എന്ന് പറയുന്നത് 2θ ആയി മാറി. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ. ആ Z² യൂസ് ചെയ്തിട്ട് Z പ്ലെയിനെ W പ്ലെയിൻ്റെ അകത്തേക്ക് മാറ്റുമ്പം നമ്മളെ ആ ഒരു മോഡുലസ് എന്ന് പറയുന്നത് സ്ക്വയർ ആവുകയും ചെയ്ത് ആംഗിൾ എന്ന് പറയുന്നത് ഡബിൾ ആവുകയും ചെയ്ത്. ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും? ആ പോളാർ ഫോം യൂസ് ചെയ്തിട്ട് പറഞ്ഞത് ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേ, ബോയ്സ് അടക്കം. ഓക്കെ. അപ്പം എന്താ ശരിക്കും സംഭവിച്ചത്, നമ്മളെ മോഡുലസ് Z പ്ലെയിനിലെ മോഡുലസ് W പ്ലെയിനിൽ എത്തുമ്പോൾ ഒന്ന് സ്ക്വയർ ചെയ്ത് പോയി, ആംഗിൾ എന്ന് പറയുന്നതോ ഒന്ന് ഡബിൾ ചെയ്ത് പോയി. ദാറ്റ് മീൻസ് എന്താണ്, നമ്മളെ ആ ആംഗിളിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്താ, ഈ ഒരു Z² എന്ന് പറയുന്ന പോയിന്റ് പ്രിസർവ് ചെയ്യുന്നില്ല. ഏതോ ഒരു പോയിന്റിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ആംഗിളിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പ്രിസർവ് ചെയ്യപ്പെടാണ്ടിരിക്കുന്നുണ്ട്. ആ പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ പോയിന്റ്, നമ്മളെ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ആ ഒരു ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റ് Z is equal to 0 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോളാർ ഫോം റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും, ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് കൺഫോമൽ അല്ല എന്ന് പറയാൻ പറ്റും. ഏതോ ഒരു പോയിന്റിലാണ് കൺഫോമാലിറ്റി നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മാപ്പ് കൺഫോമൽ അല്ല. നിങ്ങളോടിപ്പം സീമായ സെറ്റ് 0-ല്, അതായത് 0 ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കൺഫോമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും, അതേ കൺഫോമൽ ആണ് എന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് ജസ്റ്റ് f of z is equal to Z² for all z belongs to C, അതായത് കോംപ്ലക്സ് നമ്പർ കംപ്ലീറ്റിന്റെ അകത്ത് കൺഫോമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയണം. ഏതൊരു പോയിന്റ് ആണ്, നമ്മളെ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മളെ കൺഫോമാലിറ്റി നഷ്ടപ്പെടുന്നത്. അപ്പം ഇതാണ് നമ്മൾ പോളാർ ഫോം യൂസ് ചെയ്യുമ്പം നമുക്ക് എന്ത് മനസ്സിലാവും, ശരിക്ക് ആംഗിളിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡയറക്ഷനും പ്രിസർവ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഈ ഒരു മാപ്പ് ഏതോ ഒരു പോയിന്റിൽ കൺഫോമാലിറ്റി നഷ്ടപ്പെടുന്നുണ്ട്, അതായത് മാപ്പ് കൺഫോമൽ അല്ല എന്ന് പോളാർ ഫോം യൂസ് ചെയ്ത് പറഞ്ഞു. നമുക്ക് ആ പോയിന്റ് ഏതാന്ന് ഓൾറെഡി അറിയാം. ഏതായിരുന്നു, 0 എന്ന് പറയുന്ന പോയിന്റിലാണ് കൺഫോമാലിറ്റി നഷ്ടപ്പെടുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പോളാർ ഫോം യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫംഗ്ഷൻ, അതായത് f of z is equal to Z² എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളെ ആ ഒരു
സെഡ് പ്ലെയിനിന്റെ അകത്ത് ഡബ്ല്യു പ്ലെയിനിന്റെ അകത്തേക്ക് എങ്ങനെ മാപ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു എന്താ പറയാ ഫിഗർ ഏകദേശം മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഈ അടുത്ത പ്രോബ്ലം നോക്കിയാട്ടെ. ഇതാ ഒരു പ്രോബ്ലം. ഫൈൻഡ് ദി ഫോളോയിങ് ഇമേജസ് അണ്ടർ സെഡ് സ്ക്വയർ. സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഈ മാപ്പിന്റെ മാപ്പ് നമുക്ക് തരുന്ന ഈ ഒരു ഇമേജിനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ഇവിടെ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പിക്ചറാണ് വരച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ തീറ്റ എന്ന് പറയുന്നത് എവിടെയാ, തീറ്റ ഇസ് ഈക്വൽ ടു 0 ടു തീറ്റ ഇസ് ഈക്വൽ ടു π/2. π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി. ആ ഒരു രണ്ട് കേവ്സിന്റെ നടുക്ക്, അതായത് ഈ എക്സ് ഇസ് ഈക്വൽ ടു 0യും വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ രണ്ട് കേവ്സിന്റെ നടുക്ക് തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു π/2 വരെയുള്ള ഈ ഒരു സ്മോൾ പോർഷൻ, സ്മോൾ അല്ല ശരിക്ക് അതൊരു എക്സ് വൈ ആക്സിസ് വരുന്ന സമയത്ത് അത് വലിയൊരു പോർഷനായി ഉണ്ടാവുക. അപ്പൊ ആ ഒരു പോർഷന്റെ എന്താ നിങ്ങളോട് ചോദിക്കുന്നത്, ആ ഒരു പോർഷനാ നമ്മളെ സെഡ് സ്ക്വയറിന്റെ അകത്തേക്ക് കൂടി കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇമേജ് എന്താണ്, ഡബ്ല്യു പ്ലെയിനിൽ. അപ്പൊ എന്തേ നിങ്ങൾ നോക്കണ്ടു, തീറ്റ എവിടുന്ന് എവിടത്തേക്കാ ചേഞ്ച് ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാട്ടെ, നമ്മളെ ആദ്യത്തെ ഈ ഒരു കേഴ്സിന്റെ തീറ്റ എവിടെയുള്ളത്, തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 0നാ എങ്ങോട്ടേക്കാ ശരിക്കും മാപ്പ് ചെയ്യുക, അതായത് നമ്മളെ ആംഗിളിനെ ഡബിൾ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞിട്ടായത്. തീറ്റേനെ 2θ ആക്കി മാറ്റും, ആറിനെ r² ആക്കിയിട്ട് മാറ്റും. അപ്പം ഇവിടുത്തെ 0 എന്ന് പറയുന്നതാണ് തീറ്റ. അതിനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യാം, 2 × 0. ഇതെവിടെ എഴുതി നോക്കിയാട്ടെ, നമ്മളെ ആ ഒരു തീറ്റ എന്ന് പറയുന്ന 0 ആണ്. തീറ്റേനെ 2 × 0, അതായത് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പം ഇവിടുത്തെ ഈ ഒരു ആംഗിളിനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്തത്, ഇതാ ഇവിടത്തേക്ക് തന്നെ മാപ്പ് ചെയ്തത്. പിന്നെയോ ഇനി നമുക്ക് എന്തുണ്ട്, തീറ്റ ഈക്വൽ ടു π/2, അതായത് π/2 എന്ന് പറയുന്ന ഒരു ആംഗിളും കൂടി ഉണ്ട്. ആ π/2 എന്ന് പറയുന്ന ആംഗിളിനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്, നോക്കിയാട്ടെ, ഇതാ ഇവിടെ ഞാൻ എഴുതിയിട്ട് തീറ്റ ഇസ് ഈക്വൽ ടു π/2. അതെങ്ങനെയാ, 2 × π/2, അതായത് എന്താണത്, പൈ. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു π/2 എന്ന് പറഞ്ഞ ആംഗിളിനാ എവിടത്തേക്കാ മാപ്പ് ചെയ്യുന്നത്, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിലേക്കാ മാപ്പ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഇവിടെ ഏതൊരു കുഞ്ഞി കുഞ്ഞി പോയിന്റ്സുകൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ എല്ലാം ആംഗിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക, എന്താ ഈ തീറ്റേന്റെയും 180 ഡിഗ്രിന്റെയും നടുക്കുള്ള ഈ ഓരോരോ പോർഷന്റെ അകത്തേക്കാണ് അതിനെ മാപ്പ് ഇടുന്നതെന്ന് മനസ്സിലാകും. അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിനെ എന്തിലേക്കാ മാപ്പ് ചെയ്തത്, ഫസ്റ്റ് ക്വാഡ്രന്റിനെ ദ അപ്പർ ഹാഫ് പ്ലെയിനിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്തത്. അപ്പർ ഹാഫ് പ്ലെയിനിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്തത്. ക്ലിയർ ആയോ ഈ ഒരു പ്രോബ്ലം പറഞ്ഞത്? എന്തേ നോക്കണ്ടു, ജസ്റ്റ് തീറ്റ മാത്രം നോക്കിയാൽ മതി. അത് എന്തുകൊണ്ടാണ് ഇവിടെ തീറ്റ മാത്രം നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, വലിയൊരു മാഗ്നിറ്റ്യൂഡാണ്. ആ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡബിൾ, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, അതിലും വലുതാ വരിക. അപ്പൊ അതിലും വലുത് വരുമ്പോൾ എന്തായാലും ഓവറോൾ എൻറ്റയർ പ്ലെയിൻ തന്നെയായിരിക്കും വരിക. അപ്പർ ഹാഫ് പ്ലെയിന്റെ മോൾ ഭാഗത്തെ കംപ്ലീറ്റ് റീജിയണും വരും. അത് നമ്മൾ മൈൻഡിൽ വെക്കണം. അതേസമയം ഇവിടെ ഞാനൊരു ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അകത്ത് എന്താ ഒരു സർക്കിളിന്റെ ഇത്രയും ചെറിയൊരു പോർഷണൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നോക്കുക, അതായത് റേഡിയസ് നോക്കുക. അപ്പൊ റേഡിയസിന്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ വരിക, എന്താ ഇവിടുത്തെ ഈ ഒരു ഒമേഗ പ്ലെയിനിൽ വരുന്നത്. ക്ലിയർ ആയിനോ ഈ ഒരു കാര്യം, നമ്മളെ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അപ്പർ ഹാഫ് പ്ലെയിനിലേക്ക് മാറ്റിയതിന്റെ കാര്യം ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്താ നിങ്ങൾ. ഫസ്റ്റ് ക്വാഡ്രന്റിനെ അപ്പർ ഹാഫ് പ്ലെയിനിലേക്ക് മാറ്റിയത് ബോയ്സിന് മനസ്സിലായിട്ടില്ല? ആദിൽ, ഷാരോൺ, വൈഷ്ണവ്, ഷീസ് എല്ലാരും ഉണ്ടല്ലോ, പിന്നെന്താ ഇന്ന് റിപ്ലൈ ചെയ്തേ? ഓക്കെ, ക്ലിയർ ആയിട്ടില്ലേ? അപ്പൊ നിങ്ങളെ കയ്യിൽ ഇപ്പൊ എന്തായാലും പെന്നും പേപ്പറിലും ഉണ്ടാവുമല്ലോ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു നമ്മളെ സെക്കൻഡ് ക്വാഡ്രന്റിനെ എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്ന ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാട്ടെ. ഇതെവിടെയുള്ള സെക്കൻഡ് ക്വാഡ്രന്റിനാ നമ്മളെ Z² എന്ന് പറയുന്ന ഈ ഒരു മാപ്പ് എവിടത്തേക്കാ മാപ്പ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കി പറഞ്ഞ. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ക്വാഡ്രന്റ് ഈസി ആയിട്ട് കിട്ടും.
എവിടത്തേക്കാ മാപ്പ് ചെയ്യുന്നത്? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോ നിങ്ങള്. ആദ്യം തന്നെ ആയിരിക്കും അങ്ങനെ ശരിയായിട്ട് പറയാൻ പറ്റണമെന്നൊന്നുമില്ല, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. എവിടത്തേക്കാ മാപ്പ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിന്? 360 ആണോ? ത്രീ സിക്സ്റ്റി ടു 180 ആണോ, അല്ലെ 180ന്റെയും 360ന്റെയും നടുക്കാണോ? റോഷ്നി പറഞ്ഞത് മാറിപ്പോയിനോ? ഇത് 180ന്റെയും 360ന്റെയും നടുക്കാണോ, അല്ലെങ്കിൽ 360ന്റെയും 180ന്റെയും നടുക്കാണോ? ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം നമ്മളെ ആ ഒരു എന്താ പറയാ റീജിയണും മാറും. നീ ആദ്യം 360 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ വരിക? നമ്മളെ തീറ്റ ഈസ് ഈക്വൽ ടു ദാ ഈ ഒരു റീജിയണാ വരിക. അപ്പം ആദ്യം ഇത് നീ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ ഫിഗറിൽ കാണിക്കുന്ന ഈ ഒരു റീജിയൺ ആണോ, അതോ നമ്മൾ ഇപ്പൊ നേരത്തെ കിട്ടിയ പോലെ അപ്പർ ഹാഫ് പ്ലെയിൻ ഈ ഒരു റീജിയൺ ആണോ? ഇത് അപ്പർ ഹാഫ് പ്ലെയിൻ, ഇത് ലോവർ ഹാഫ് പ്ലെയിൻ, ഏതാ കിട്ടുന്നത്? റോഷ്നി ഏതാ കിട്ടിയത്? ലോവർ അല്ലേ? ഓക്കെ. അപ്പം നീ ഇപ്പൊ പറഞ്ഞത് എനിക്ക് തോന്നി നിനക്ക് കിട്ടിയത് ലോവർ ആണെന്ന്, പക്ഷെ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. നീ ഇപ്പം 360ന്റെയും 180ന്റെയും നടുക്ക് എന്ന് പറയുമ്പം ഈ ഒരു പോർഷനാ വരിക. ആദ്യം 180 പറഞ്ഞു കഴിഞ്ഞാലാണ് അതൊരു ലോവർ ഹാഫ് പ്ലെയിൻ ആയി മാറുന്നത്. ക്ലിയർ ആയിനോ ആ കാര്യം? പറഞ്ഞ തെറ്റ് മനസ്സിലായിനോ നിനക്ക്? ഓക്കെ. അപ്പൊ അവള് പറഞ്ഞത് ശരിയാണ്. നോക്കിയാ, നമ്മളെ ഈ ഒരു സെക്കൻഡ് ക്വാഡ്രന്റിന് എവിടത്തേക്കാ മാപ്പ് ചെയ്യുന്നത്? ലോവർ ഹാഫ് പ്ലെയിനിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്താ വരുന്നത്? ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. 90ന്റെ ഡബിൾ എന്ന് പറയുമ്പം 180 ഡിഗ്രി വരും. പിന്നെയോ 180 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. 180 ഡിഗ്രിയുടെ ഡബിൾ എന്ന് പറയുമ്പം 360 എന്ന് പറയുന്നത് ഇത് ഈ ഒരു പോർഷൻ വരും. അതായത് ഈ ഒരു സെക്കൻഡ് ക്വാഡ്രന്റ് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്? ഇവിടെയുള്ള ഈ ഒരു പോർഷന്റെ അകത്തേക്കാണ്, അതായത് ലോവർ ഹാഫ് പ്ലെയിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും? എങ്ങനെയാ നമ്മളെ മാപ്പ് പറയേണ്ടത് എന്നുള്ള കാര്യം ഓക്കെ അല്ലേ? അതായത് നമ്മളെ പോളാർ ഫോം യൂസ് ചെയ്തിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഫിഗർ തന്നു കഴിഞ്ഞാൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഒന്ന് കമന്റ് ചെയ്യടോ നിങ്ങള്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മളെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു മാപ്പിനെ കുറിച്ച് പറയുന്നത് നോക്കാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സും വൈയും. നമ്മൾ സാധാരണയായിട്ട് ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കാർട്ടീഷ്യൻ ഫോം യൂസ് ചെയ്തിട്ടാണ്. അതായത് z is equal to x plus iy എന്ന് പറയുന്ന ആ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോരോ കോംപ്ലക്സ് നമ്പറിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം z is equal to x plus iy ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്ന ഫംഗ്ഷൻ ഏതാ? എഫ് ഓഫ് z is equal to z സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മൾ തന്ന ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് z സ്ക്വയർ is equal to എന്താ? z ഇൻറ്റു z. പിന്നെയോ z എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ z ഇൻറ്റു സെഡിനെ എങ്ങനെ മാറ്റിയതാം? എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ. അതെന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ. പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ എങ്ങനെയാ നമ്മൾ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായത്? എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് വൈ പ്ലസ് ഐ എക്സ് വൈ പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ. അതിനെ എങ്ങനെയാ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. അതായത് നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് മാറ്റി എഴുതി നോക്കിയാട്ടെ. യു ഇസ് ഈക്വൽ ടു, അതായത് റിയൽ പാർട്ട് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വന്നു. ഇമാജിനറി പാർട്ട് വി ഇസ് ഈക്വൽ ടു 2xy വന്നു. അപ്പം ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഈ രണ്ട് ഇക്വേഷനെ സ്റ്റാർ യൂസ് ചെയ്തിട്ട് നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ് ഇനി ബാക്കി നമ്മളെ സെഡ് പ്ലെയിനിന്റെ ആ ഒരു ഇമേജ് എന്താണ് ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിയലിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു മാപ്പിന്റെ എങ്ങനെയാ മാപ്പ് നമ്മള് നമ്മളെ റിയൽ പ്ലെയിൻ്റെ അകത്ത്
എന്താ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക? ഇത് ഇങ്ങനെയൊരു അപ്വേർഡ് ആയിട്ടുള്ള ഒരു പാരബോള ആയിട്ടാ കിട്ടുക അല്ലെ? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? നമുക്ക് സെഡ് സ്ക്വയർ, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നുള്ള മറ്റേ എല്ലാത്തിന്റെയും നമ്മള് ഫിഗർ വരച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അത് ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രാഫ് നമുക്ക് എന്താണെന്നറിയാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാല് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ? അതൊരു അപ്വേർഡ് ആയിട്ടുള്ള പാരബോള, അപ്വേർഡിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പാരബോളയാന്ന് മനസ്സിലാവും. അപ്പം ഈ റിയൽ പ്ലെയിനും കോംപ്ലക്സ് പ്ലെയിനും തമ്മിൽ അത്രക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ജസ്റ്റ് ഈ ഒരു റിയൽ പ്ലെയിനിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് കോംപ്ലക്സ് പ്ലെയിൻ. അത് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം അല്ല, ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എനിക്കിപ്പോ എന്ത് കിട്ടിയിട്ടുണ്ട്? റിയൽ പാർട്ടും കിട്ടിയിട്ടുണ്ട്, ഇമാജിനറി പാർട്ടും കിട്ടിയിട്ടുണ്ട്. എഫ് ഓ സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പിന്റെ റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഡബ്ല്യു പ്ലെയിനിൽ കിട്ടുന്ന ആ ഒരു മാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെഡ് പ്ലെയിനിലെ രണ്ട് ടൈപ്പ് ഫിഗർ ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു വേർട്ടിക്കൽ ലൈനും, പിന്നെ ഒന്ന് വൈ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈനും. അപ്പൊ ഈ രണ്ട് ലൈൻസുകൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ ഈ സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പ് ഒമേഗ പ്ലെയിനിൽ അല്ലെങ്കിൽ ഡബ്ല്യു പ്ലെയിനിൽ എങ്ങനെയാണ് നമുക്ക് ഇമേജ് തരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്തു? നമ്മളെ വേർട്ടിക്കൽ ലൈനായ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ഒരു ലൈൻ ഞാൻ ചൂസ് ചെയ്തു. അതാണ് ഇവിടെ എഴുതിയിട്ടില്ല, നോക്കിയട്ടെ. എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു ലൈനാണ് ഞാൻ എടുത്തത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ എക്സ് ഇസ് ഈക്വൽ ടു സീന നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതായത് ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്ത് എവിടെയാണോ എക്സ് കാണുന്നത് അവിടെ നമ്മൾ സി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾ നോക്കിയാട്ടെ, ആദ്യത്തെ ഇക്വേഷൻ എന്താ? യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോ എന്താ കിട്ടിയത്? നോക്കിയാട്ടെ, യു ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. അതായത് ഇവിടെയുള്ള ഈ ഒരു എക്സ് സ്ക്വയറിന് ഞാൻ എന്ത് കൊടുത്തു? എക്സിന് പകരം സി കൊടുത്തു. അപ്പൊ എക്സ് സ്ക്വയർ എന്തായി? സി സ്ക്വയർ ആയി മാറി. അതായത് യു ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഇനി എന്തും കൂടിയുണ്ട്, വി ഇസ് ഈക്വൽ ടു 2xy എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ അവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എക്സിന് സി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം എനിക്ക് എന്താ കിട്ടി? വി ഇസ് ഈക്വൽ ടു 2cy എന്ന് കിട്ടി. അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു വേർട്ടിക്കൽ ലൈൻ ഞാൻ കൺസിഡർ ചെയ്തു. വേർട്ടിക്കൽ ലൈൻ മീൻസ് അതിന്റെ ഒരു ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഫോമിലായിരിക്കും. കാരണം എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർട്ടിക്കൽ ലൈനാണ് 1ലേക്ക് കൂടി പാസ് ചെയ്യുന്നത്. അതുപോലെ എക്സ് ഈക്വൽ ടു 2 പറഞ്ഞു കഴിഞ്ഞാൽ അതും വീണ്ടും ഒരു വേർട്ടിക്കൽ ലൈനാണ് 2ലേക്ക് കൂടി പാസ് ചെയ്യുന്നത്. ആ ഒരു മീനിങ്ങിലാണ് പോകുന്നത്. അപ്പൊ ഞാനിവിടെ ആ 1 2 3 4 ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, ഒന്ന് നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോമൺ ആയിട്ട് ഒന്ന് നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റന്റിനെ ചൂസ് ചെയ്തു. അതാണ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈന്. അത് ഏതോ ഒരു പർട്ടിക്കുലർ ലൈനാണ്. നമ്മൾ ആ സിക്ക് വാല്യൂസ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് എന്താണ് നമുക്ക് ആ ഓരോരോ സീൻ്റെ അകത്തേക്ക് കൂടിയും പാസ് ചെയ്യുന്ന ടൈപ്പ് വെർട്ടിക്കൽ ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്താ ചെയ്തത്? എക്സിന് ഞാൻ സി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ രണ്ട് സ്ഥലത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ആ കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ യു ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും വി ഇസ് ഈക്വൽ ടു 2cy എന്നും കിട്ടിയത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താ. ഓക്കെ. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഇക്വേഷൻ്റെ അകത്തുനിന്ന് എനിക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ഇക്വേഷൻ്റെ അകത്തുനിന്ന് വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? വൈ സ്ക്വയറിനെ ഇവിടെയുള്ള ഈ ഒരു മൈനസ് വൈ സ്ക്വയറിനെ ലെഫ്റ്റ് ഭാഗത്തേക്കും കൊണ്ടുവന്നു. ഇവിടെയുള്ള ഈ ഒരു പോസിറ്റീവ് യുവിനെ റൈറ്റ് ഭാഗത്തേക്കും കൊണ്ടുപോയി. അപ്പൊ എന്ത് കിട്ടി എനിക്ക്? വൈ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് യു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ വി ഇസ് ഈക്വൽ ടു 2cy ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താ കിട്ടിയേ? ലെഫ്റ്റ് വി സ്ക്വയർ ആയി മാറി, റൈറ്റ് 2 സ്ക്വയർ സി സ്ക്വയർ വൈ സ്ക്വയർ. അതെന്താ? 4c² y² എന്ന് കിട്ടി.
ഇപ്പ എനിക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വൈ സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ മൈനസ് യുവും പിന്നെയോ വി സ്ക്വയർ ഈക്വൽ ടു 4c² എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇക്വേഷനും. അപ്പൊ ഇനി ഞാൻ നോക്കിയാട്ടെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു 4c² എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഇവിടെ ഒരു വൈ സ്ക്വയറിന്റെ ടേം എനിക്ക് കാണാൻ പറ്റി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വൈ സ്ക്വയറിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ വൈ സ്ക്വയറിന്റെ ആ വാല്യൂ ആയ സി സ്ക്വയർ മൈനസ് യു ഞാൻ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഈ വൈ സ്ക്വയറിന് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ലെഫ്റ്റ് വി സ്ക്വയർ കിട്ടി. പിന്നെയോ ഈക്വൽ ടു 4c² അങ്ങനെ വെച്ചു. വൈ സ്ക്വയറിന്റെ ആ ഒരു വാല്യൂ ആയ സി സ്ക്വയർ മൈനസ് യു ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിന്റെ അകത്തുനിന്ന് ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിന്റെ അകത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒരു നെഗറ്റീവിനെ പുറത്തേക്ക് ഇട്ടു. അതായത് നെഗറ്റീവിനെ പുറത്തേക്ക് ഇടുമ്പോൾ ഇതെന്താ പറയാ, ഈ സി സ്ക്വയർ മൈനസ് യു മാറിയിട്ട് യു മൈനസ് സി സ്ക്വയർ ആയി മാറി. അപ്പം ഇവിടുത്തെ ഒരു നെഗറ്റീവിനെ പുറത്തിട്ട് മൈനസ് 4c² ഇൻറ്റു യു മൈനസ് സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് എനിക്ക് എന്ത് കിട്ടി, വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ജസ്റ്റ് ഞാനൊന്ന് അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് വൈ സ്ക്വയർ ആക്കി. വൈ സ്ക്വയർ ആക്കിയതിന് ശേഷം അപ്പുറത്തെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്തു. അപ്പൊ അവിടെ വൈ സ്ക്വയറിന്റെ ഒരു ടേം കണ്ടു. ആ ടേമിന്റെ അകത്ത് എനിക്ക് കിട്ടിയ വൈ സ്ക്വയറിന്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോയിസ് ഒന്നും കമന്റ് ചെയ്യാത്ത, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ വോയിസ്? അതിന് ക്ലിയർ ആയിട്ടില്ല? വിഷ്ണു, ഷാരോൺ, വൈഷ്ണവ് ആർക്കും ക്ലിയർ ആയിട്ടില്ല? നിങ്ങൾ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റൻഡൻസ് ഇടാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണ് നമുക്കുള്ള ആ ഒരു റൂള് വരുന്നത്. അപ്പൊ എന്താ വേണ്ടത്? ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. അതിന് ശേഷം എന്താ പറയുന്നത്, നിങ്ങൾ നോക്കിയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാ ഡിറൈവ് ചെയ്ത് വരുന്നതെന്നുള്ള കാര്യം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നമ്മളെ ഈ ഒരു കോംപ്ലക്സ് പ്ലെയിനിന്റെ അകത്തെ പാരബോളന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഇക്വേഷൻ ആണ് കോംപ്ലക്സ് പ്ലെയിനിന്റെ അകത്തെ പാരബോളന്റെ ഇക്വേഷൻ. ആ ഒരു ഇക്വേഷനും നമ്മളെ ഇക്വേഷൻ വണ്ണും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാട്ടെ. ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ് ഉണ്ട്. ഇതാ ഈ ഒരു ഞാൻ സെലക്ട് ചെയ്ത ഭാഗത്ത് മൈനസ് ഉണ്ട്. പിന്നെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. പിന്നെ സി സ്ക്വയർ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇതൊരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് ജസ്റ്റ് എ വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ എന്താ, ഒരു യു ഉണ്ട്. ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഉണ്ട്. അതായത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുക, നമ്മൾ ഈ ഇക്വേഷൻ 1 പറഞ്ഞ എന്താണ്, ഒരു പാരബോളയാണ്. which is a parabola in the z plane with vertex a and focus on the origin. ഈ ഒരു പാരബോളനെ കുറിച്ചാണ് അത് പറയുന്നത്. y square is equal to minus 4a into x minus h എന്ന് പറയുന്നത് ഒരു പാരബോളയാണ്. വിത്ത് എന്താണ്, വേർട്ടെക്സ് എന്ന് പറയുന്നത് എയും പിന്നെയോ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഒറിജിനലും ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ഈ ഒരു ഇക്വേഷൻ 1 പറഞ്ഞു എന്ത് തന്നെയാണ്, അതൊരു പാരബോളയാണ്. ഓപ്പൺ ടു ദ ലെഫ്റ്റ്, അതായത് ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാരബോളയാണ്. അത് നമ്മളെ റിയൽ ആക്സിസ്, നമ്മളെ ഒമേഗ പ്ലെയിനിലെ റിയൽ ആക്സിസ് എന്ന് പറയുന്നത് യു ആക്സിസ് ആണ്. യുയും വിയും വെച്ചിട്ടാണ് നമ്മൾ അവിടെ കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. അതുകൊണ്ടാണ് റിയൽ ആക്സിസിന് ഇവിടെ യു ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത് സി സ്ക്വയർ സീറോയും, ഇവിടെ ഞാൻ C1 എഴുതിയിട്ടുള്ളത്, അതൊന്ന് മാറ്റണം നിങ്ങൾ. സി സ്ക്വയർ സീറോയും പിന്നെയോ ഫോക്കസ് എന്ന് പറയുന്നത് ഒറിജിനും ആയിരിക്കും. ഫോക്കസ് പറയുന്നത് ഒറിജിനും ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ 1 പറയുന്നത് എന്ത് തന്നെയാണ്, അതൊരു പാരബോളയാണ്. പാരബോള എന്ന് പറയുന്നത് പാരബോള. പിന്നെയോ അത് ഓപ്പൺ ഭാഗം, അതിന്റെ ആ ഒരു വായ്ഭാഗം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഉണ്ടാവുന്നത്. അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് സീറോ ഒറിജിൻ ആയിരിക്കും. പിന്നെയോ അതിന്റെ ആ ഒരു വേർട്ടെക്സ് എന്ന് പറയുന്നത് സി സ്ക്വയർ സീറോ എന്ന് പറയുന്ന ആ പോയിന്റിലും ആയിരിക്കും. അതായത് എന്താണ് ഞാനിപ്പോ പറഞ്ഞത്, ഒരു എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന വേർട്ടിക്കൽ ലൈനെ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്, നമ്മളെ സെറ്റ് സ്ക്വയർ ഒരു പാരബോളയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ആ പാരബോളേന്റെ ആ ഒരു ഫിഗർ ഏത് ഭാഗത്തേക്കാണ് ഉണ്ടാവുക, അതിന്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ. ഇത് ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഇത് ഇവിടെ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കിയാട്ടെ നിങ്ങൾ ഫിഗർ.
ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഏതോ വെർട്ടിക്കൽ ലൈൻ എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്തത്, ഈ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു പാരബോളേന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു എന്താ വേർട്ടെക്സ് എന്ന് പറയുന്നത് സി സ്ക്വയർ സീറോയും പിന്നെയോ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഒറിജിനും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കൂടുതൽ ഇതേപോലെയുള്ള എന്താ വെർട്ടിക്കൽ ലൈൻസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാ മാപ്പ് ചെയ്യുന്നത്? ഇവിടെ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ എടുത്തിട്ടുണ്ട്, അടുത്ത വെർട്ടിക്കൽ ലൈൻ ഇത്, പിന്നെയോ അടുത്തത് ഇത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വെർട്ടിക്കൽ ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഓരോരോ പാരബോളേന്റെ അകത്തേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അതിന്റെ വായ്ഭാഗം എങ്ങോട്ടേക്കായിരിക്കും എന്നാ പറയുന്നത്? ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ടൈപ്പ് ആയിരിക്കും എന്നാ പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും ഈ ഒരു കാര്യം? നമ്മളെ വെർട്ടിക്കൽ ലൈനിനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളകളിന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നതിന്റെ കാര്യം ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങള്. കമന്റ് ചെയ്യടോ. മനസ്സിലായിട്ട് തന്നെ ആയിരിക്കണേ പറയുന്നത്, മനസ്സിലായിന്ന്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്തുകൂടി ഉണ്ട്? ഒരു ഹൊറിസോണ്ടൽ ലൈനായ y ഈസ് ഈക്വൽ ടു കെന്റെ കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട് അല്ലെ? നോക്കിയാട്ടെ നിങ്ങള്, y ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിന്റെ കേസ്. ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ y ഈസ് ഈക്വൽ ടു കെ ചൂസ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി പ്രൊസീഡിയർ ചെയ്യുന്നത്. ഇവിടെ വൈക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കെ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ വേറെ എന്തുണ്ട്? വി ഇസ് ഈക്വൽ ടു 2xy എന്ന് പറയുന്നതിന്റെ അകത്തെ ആ വൈക്ക് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് വി ഇസ് ഈക്വൽ ടു 2kx എന്ന് പറയുന്ന വേറൊരു ഇക്വേഷനും കിട്ടി. ഇനി ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ വൈ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയ പോലെ ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആക്കി എഴുതാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു റൈറ്റ് ഭാഗത്തെ നെഗറ്റീവ് കെ സ്ക്വയറിനെ ലെഫ്റ്റ് ഭാഗത്തെ യുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്താ സംഭവിച്ചത്? എക്സ് സ്ക്വയർ ഈക്വൽ ടു യു പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യാ? ഇവിടെയുള്ള ഈ ഒരു വി എന്ന് പറഞ്ഞ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്തപ്പം വി സ്ക്വയർ ഈക്വൽ ടു 4k² എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടി. അതിൻ്റെ അകത്തെ ആ എക്സ് സ്ക്വയറിന് പകരം ഞാൻ എന്ത് കൊടുത്തു? നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള യു പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നോക്കിയാട്ടെ, അതല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്തപ്പം എനിക്ക് എന്ത് കിട്ടി? വി സ്ക്വയർ ഈക്വൽ ടു 4k². അതുപോലെ തന്നെ പിന്നെയോ എക്സ് സ്ക്വയറിന് പകരം ഞാൻ യു പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങ് കൊടുത്തു. ഇതാ യു പ്ലസ് കെ എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങ് കൊടുത്തു. അപ്പം ഇതും നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ആ ഒരു ഇക്വേഷനുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതും എന്ത് തന്നെയാണ്? ഇതൊരു പാരബോള തന്നെയാണ്. പക്ഷെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് റൈറ്റ് ഭാഗത്തേക്കാണ്. അതിന്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത് -k² 0യും ഫോക്കസ് എന്ന് പറയുന്നത് ഒറിജിനും ആയിരിക്കും. നിങ്ങൾക്ക് പാരബോളന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പണ്ട് +1 +2 പഠിക്കുന്നതുകൊണ്ടാണ് ഏത് ഭാഗം വരുമ്പോഴാണ് ഓപ്പൺ, ഏത് ഭാഗം വരുമ്പോഴാണ് ലെഫ്റ്റ് ഭാഗത്തേക്ക് അപ്വേർഡ് ഡൗൺവേർഡ് ഒന്നും പറഞ്ഞുതരാത്തത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പഠിക്കുകയും വേണ്ട. ജസ്റ്റ് നമുക്ക് എന്തേ വേണ്ടു? ഇത് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നതിന്റെ കാര്യം അറിയേ വേണ്ടു. നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പിന്റെ അകത്ത് അങ്ങോട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മാപ്പിനെ കുറിച്ച് പറയാൻ എന്താണ് ഈ ഒരു ഫിഗർ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതിനുള്ള കാര്യം അറിയേ വേണ്ടു. അത് എന്ന് പറഞ്ഞ എന്ത് തന്നെയാണ്? അതൊരു പാരബോളയാണ്. പക്ഷെ എന്താണ്, നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുമ്പം ആ പാരബോള എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത്? ആ ഒരു റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോള ആയിട്ട് ഉണ്ടാവുക. അതിന്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത് -k² 0യും പിന്നെയോ ഫോക്കസ് എന്ന് പറയുന്നത് ഒറിജിനും ആയിരിക്കും. നേരത്തെ പോലെ തന്നെ നമ്മളെ അത് സിമെട്രിക് അബൌട്ട് ദ റിയൽ ആക്സിസ് ആയ യു ആക്സിസിനായിട്ട് സിമെട്രിക് ആയിരിക്കും. നോക്കിയാട്ടെ, ഞാൻ ഇവിടെ ഫിഗർ വരച്ചത്. ഒരു കാര്യം, ആദ്യത്തെ വെർട്ടിക്കൽ ലൈനിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനും ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ അധികം ഓവറായിട്ടൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് വിട്ടാൽ മാത്രം മതി. നോക്കിയാട്ടെ, ഇവിടെ y ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞൊരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ടേക്കാ മാപ്പ് ചെയ്യുന്നത് പറഞ്ഞേ? നമ്മൾ ഒരു പാരബോളേന്റെ അകത്തേക്ക് ഏത് ഭാഗത്തേക്കാ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പാരബോളേന്റെ അകത്ത്.
അവിടെ ഇതാ മൈനസ് കെ സ്ക്വയർ ഉണ്ട് കേട്ടോ. മൈനസ് കെ സ്ക്വയർ 0 ആണ് അതിന്റെ എന്ത് വരുന്നത്, വേർട്ടെക്സ് വരുന്നത്. അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇങ്ങനെയുള്ള ഞാൻ ഹൊറിസോണ്ടൽ ലൈന് കൺസിഡർ ചെയ്താൽ ഏത് ഫോമിലേക്കാണ് വരുന്നത് നോക്കിയാ, ഇങ്ങോട്ടേക്ക് ഇതാ ഇങ്ങനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ടൈപ്പുള്ള പാരബോളേന്റെ അകത്തേക്കാണ് എല്ലാം മാപ്പ് ചെയ്യുന്നത്. നോക്കിയട്ടെ, ഇതാ ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്, ഇതും ഹൊറിസോണ്ടൽ ലൈനാണ്. അതിനെല്ലാം മാപ്പ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്, റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പാരബോളേന്റെ അകത്തേക്ക്, ഓരോരോ പാരബോളേന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ആ കാര്യം? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങള്. ക്ലിയർ അല്ലേ? നമ്മളെ ഹൊറിസോണ്ടൽ ലൈന റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളേന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്യുന്നതിനുള്ള കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ നോക്കിയാ ഞാൻ ഇനി എന്താ എടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കുറേ ഹൊറിസോണ്ടൽ ലൈനുകളും കുറേ വേർട്ടിക്കൽ ലൈനുകളും ഞാൻ കൺസിഡർ ചെയ്യുക ചെയ്യുന്നത്. കുറേ ഹൊറിസോണ്ടൽ ലൈനും കുറേ വേർട്ടിക്കൽ ലൈനും കൺസിഡർ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്താ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ ഹൊറിസോണ്ടൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടും റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളേന്റെ അകത്തേക്കും ഓരോരോ വേർട്ടിക്കൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടും ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളേന്റെ അകത്തേക്കും നമ്മളെ സെഡ് സ്ക്വയർ ഇമേജ് തരുന്നത് കാണാൻ പറ്റും അല്ലെ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോമിലാണ് നമ്മള് എന്താ സെഡ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പ് സെഡ് പ്ലെയിനിലെ ഓരോരോ ഹൊറിസോണ്ടൽ ലൈനെയും ഓരോരോ വേർട്ടിക്കൽ ലൈനെയും മാപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയട്ടെ, ഞാൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വേർട്ടിക്കൽ ലൈനും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷന്റെ അകത്ത് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നോട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണത്? ഇങ്ങനെയുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനും, സോറി ഇത് വേർട്ടിക്കൽ ലൈനാണ്, ഇങ്ങനെയുള്ള വേർട്ടിക്കൽ ലൈനും ഇങ്ങനെയുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനും കൂടി ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ അകത്ത് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെയുള്ള ഈ ഒരു സെഡ് പ്ലെയിനുകളിന്റെ അകത്ത് 90 ഡിഗ്രിയാണ് തീറ്റ വരുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയോ അങ്ങനെ തന്നെ 90 ഡിഗ്രി കിട്ടുന്നുണ്ടോ നോക്കണം. കാരണം ആകെ ഒരൊറ്റ പോർഷന്റെ അകത്ത് മാത്രം Z=0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് കൺഫോമാലിറ്റി ഫെയിൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ പോയിന്റിലും കൺഫോമിലാണ് നമ്മൾ ഈ ഒരു സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന മാപ്പ്. അങ്ങനെ കൺഫോമിലാണെങ്കിൽ ഇവിടെ ഏതൊരു തീറ്റയാണോ കിട്ടുന്നത്, സീറോയിലൊഴികെ ബാക്കി ഏതൊരു പോയിന്റിലും ഏത് തീറ്റയാണോ കിട്ടുന്നത് അതേ തീറ്റ തന്നെ നമുക്ക് എന്ത് കിട്ടണം? ഈ ഇവിടെയുള്ള W പ്ലെയിനിന്റെ അകത്തെ ആ ഓരോ പോയിന്റിന്റെ അകത്തും കിട്ടണം. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ ആ ഒരു ഇതാ ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു എന്താ ഹൈപ്പർ ബോളയാണ്. ഇതാ ഈ ഒരു ഹൈപ്പർ ബോളാന്ന് വിചാരിക്കുക നിങ്ങൾ. ഇതാ ഇങ്ങനെയുള്ള ഈ ഒരു ലാസ്റ്റ് ഭാഗത്തേക്കുള്ള ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് ടൈപ്പുള്ള ഈ ലാസ്റ്റ് ഹൈപ്പർ ബോൾ, സോറി പാരബോള നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. അതുപോലെ തന്നെ എന്തുണ്ട് ഇവിടെ, ഇതാ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാ ഇങ്ങനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന അപ്പം ഇതാ ഇങ്ങനെയുള്ള ആ ഒരു റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളേന്റെ അകത്തേക്കാണ് മാപ്പ് ചെയ്തത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ഇവിടെ രണ്ട് ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ഇതൊരു ടാൻജന്റ്, ഇത് ഇവിടെ ഒരു വേറൊരു ടാൻജന്റ്, ജസ്റ്റ് ആരോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തത് നോക്കിയാ. അങ്ങനെയുള്ള ഈ രണ്ട് ടാൻജന്റും കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നമുക്ക് എന്താ കിട്ടുക? അവിടെ ഒരു 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ തന്നെയാണ് കിട്ടുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, സീറോ ഒഴികെ ബാക്കി ഏതൊരു പോയിന്റിൽ നമ്മൾ ആംഗിൾ കാണുമ്പോഴും 90 ഡിഗ്രിയാ കിട്ടുക. അപ്പം ആ ഓരോരോ കേവ്സിന് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും കിട്ടുന്ന ആ ഓരോരോ കേവ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഇവിടെയുള്ള ആ ഒരു പാരബോളയുടെ എന്താ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെയും എന്താ കിട്ടുക? 90 ഡിഗ്രി തന്നെയാണ് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിയട്ടെ, f(z)=z² എന്ന് പറയുന്ന ഈ ഒരു മാപ്പ് f'(z)(0) ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത് z=0 ആകുന്ന പോയിന്റ് മാത്രം. അതെങ്ങനെയാണ് ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാട്ടെ നിങ്ങൾ, നമുക്ക് കിട്ടുന്ന ഇതാ ആ ഒരു എന്താ സെഡ് പ്ലെയിനിന്റെ ഇമേജിനെയാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ലെഫ്റ്റ് കുറെ ഹൊറിസോണ്ടൽ ലൈനും കുറെ വെർട്ടിക്കൽ ലൈനും മീറ്റ് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു ഫിഗർ ആണിത്. അവിടെ നോക്കിയാൽ നിങ്ങള് z ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇങ്ങനെ രണ്ട് പാരബോളകള് കൂട്ടിമുട്ടുന്നില്ല, എവിടെയും കൂട്ടിമുട്ടുന്നില്ല. സീറോ എന്ന് പറഞ്ഞ പോയിന്റിൽ അങ്ങനെ കൂട്ടിമുട്ടാത്തിടത്തോളം കാലം നമുക്ക് എന്ത് പറയാൻ പറ്റൂല, അവിടെ ഒരു ടാൻജന്റ് വരക്കാനും പറ്റൂല, അവിടുത്തെ ആംഗിളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനും പറ്റൂല. അപ്പൊ അങ്ങനെ ആംഗിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, അതായത് അവിടെ എന്താണ് സെഡ് പ്ലെയിനിൽ കിട്ടുന്ന അതേ ആംഗിൾ തന്നെ ഡബ്ല്യു പ്ലെയിനിൽ കിട്ടണം എന്നുണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ പ്രിസർവ് ചെയ്യണമെന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു z ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള ഈ ഒരു സീറോ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൂടി ഒരു പാരബോളയും ഓപ്പൺ ടു ലെഫ്റ്റ് ആയിക്കോട്ടെ ഓപ്പൺ ടു റൈറ്റ് ആയിക്കോട്ടെ മൂവ് ചെയ്യുന്നില്ല. ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നില്ല. ആ ഒരു പോയിന്റിൽ രണ്ട് പാരബോളകളും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യാത്തിടത്തോളം അവിടെ എന്താ ഒരു ആംഗിൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് z is equal to 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് എന്തില്ല എന്ന് പറയുന്നത്, ഈ ഒരു ഫംഗ്ഷൻ കൺഫോം അല്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? സ്ക്രീന് പോയിട്ടുണ്ടോ? പ്രസന്റ് ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല? ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ലാസ്റ്റ് ഭാഗല്ലേ നമുക്ക് ക്ലിയർ ആവാത്തത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റത്തത് ഈ ഒരു ലാസ്റ്റ് ഭാഗല്ലേ? നോക്കിയാ ഇവിടെ നോക്കിയാട്ടെ, ഇതാ ഇവിടെ കുറെ ലെഫ്റ്റ് ഭാഗത്തെ ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളകളുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല? ഓക്കെ. ഇതാ ഇങ്ങോട്ടേക്ക് കുറെ റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പാരബോളകളുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയാട്ടെ, അറ്റ് z ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിന്റെ അകത്ത് എന്തില്ല, ഇങ്ങനെയുള്ള ഈ ഒരു പാരബോളകൾ എവിടെയും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ലെഫ്റ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നതും റൈറ്റ് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നതുമായ പാരബോളകൾ ഇവിടെയൊന്നും കൂട്ടിമുട്ടുന്നില്ല. ഇവിടെയല്ലാന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ, ഈ ഓരോ കൂട്ടിമുട്ടുന്ന പോയിന്റിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതേസമയം നിങ്ങൾ ഇവിടെ നോക്കിയാട്ടെ, ആ 0 എന്ന് പറയുന്ന ഒറിജിന്റെ അകത്ത് നമ്മളെ ആ ഒരു പാരബോളകള് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ അവിടെ നമുക്കൊരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോയിന്റ് z is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ആ മാപ്പ് കൺഫോമൽ അല്ല എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഈ ഒരു കാർട്ടീഷ്യൻ ഫോം യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ടൈം പോയി, ഒന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്യും. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേ. എത്ര കുട്ടികളാ? 12 കുട്ടികളുണ്ടെങ്കിൽ 12 കുട്ടികളും കമന്റ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, മീൻസ് ക്ലിയർ ആയിനോ ക്ലിയർ ആയിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യും. വോയിസിന് ക്ലിയർ ആയിനോ? ക്ലിയർ ആയിനോ? 1 2 3 4 5 6 7 8 കുട്ടികൾക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ. ബാക്കി കുട്ടികളോ? വൈഷ്ണവിന് ക്ലിയർ ആയിട്ടില്ലേ? പിന്നെ ആരാ? ഷീസ് ഉണ്ട്. ഓക്കെ. ഷാരോണിന് ക്ലിയർ ആയിനോ? ക്ലിയർ ആയിന്. ബാക്കി ആരാ? അപ്പം എന്തായാലും ഇങ്ങനെയാണ് നമ്മളെ f(z)=z² എന്ന് പറയുന്ന മാപ്പ് സെഡ് പ്ലെയിനിനെ ഡബ്ല്യു പ്ലെയിനിന്റെ അകത്തേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പഠിച്ചത്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു 2-3 മാപ്പ് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ക്ലാസ് എന്നല്ല, ആ ഒരു നമ്മളെ മോഡ്യൂൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഗർ തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഷാരോണിന് ക്ലിയർ ആയിനോ പറഞ്ഞ കാര്യം? നീ ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ടായിനോ? ഷാരോൺ അല്ല, വൈഷ്ണവ് ക്ലിയർ ആയിനോ? വൈഷ്ണവ് ഇപ്പാൻ തോന്നുന്നു ജോയിൻ ചെയ്തത്. ലാസ്റ്റ് പറഞ്ഞെല്ലാം ക്ലിയർ ആയിനോ? ഓക്കെ. അപ്പൊ താങ്ക് യു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.